ഓക്കെ സർ. ഓക്കെ. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അഡ്രിനൽ മെഡുല്ല, അഡ്രിനൽ കോർട്ടെക്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നെക്സ്റ്റ് അഡ്രിനൽ മെഡുല്ലേനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് അതിന്റെ ഫിസിയോളജി ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയാം. അഡ്രിനൽ മെഡുല്ല, നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റി പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് പാർട്ട് അനാട്ടമിക്കലി അഡ്രിനൽ കോർട്ടെക്സും ഉണ്ട്, അഡ്രിനൽ മെഡുല്ലയും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്തെ അഡ്രിനൽ മെഡുല്ല എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അതിനെ എപ്പിനെഫ്രൈൻ എന്നും അതുപോലെ നോർ എപ്പിനെഫ്രൈൻ എന്നും വിളിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേര് കാറ്റക്കോൾ അമൈൻസ് എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേര് കാറ്റക്കോൾ അമൈൻസ്. അപ്പോൾ കാരണം അത് അമിനോ ആസിഡിൽ നിന്നാണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ഏത് അമിനോ ആസിഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിനോ ആസിഡ് ടൈറോസിനിൽ നിന്നാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഫോം ചെയ്യുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് കാറ്റക്കോൾ അമൈൻസ് എന്നാണ്. അപ്പൊ ഇതിന്റെ വേറെ പേരുകൾ നമ്മൾ ഫ്ലൈറ്റ് ഹോർമോൺസ് അല്ലെങ്കിൽ ഫൈറ്റ് ഹോർമോൺസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം അത് സ്ട്രെസ്സിന്റെ സമയത്താണ് നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു അഡ്രിനൽ മെഡുലറി ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്രിനൽ മെഡുല്ല എന്ന് പറയുന്നത് ഇന്നർ പാർട്ടാണ്. ഔട്ടർ പാർട്ടിനെ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു, ഇന്നർ പാർട്ട് മെഡുല്ല എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് രണ്ട് ഹോർമോൺസ് ഉണ്ട്. അതിനെ ഒന്നിച്ച് വിളിക്കുന്ന പേര് കാറ്റക്കോളമൈൻസ് എന്നാണ്. കാരണം അത് അമിനോ ആസിഡ് ടൈറോസിനിൽ നിന്നാണ് അത് ഫോം ചെയ്തേക്കുന്നത്. ഇതേപോലെ തന്നെ അമിനോ ആസിഡ് ടൈറോസിനിൽ ഫോം ചെയ്തേക്കുന്നതാണ് നമ്മുടെ T3 ആൻഡ് T4 തൈറോയിഡ് ഹോർമോൺസും ടൈറോസിനിൽ നിന്നാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പം ഈ ഹോർമോൺസ് അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രൈൻ ആൻഡ് നോർ അഡ്രിനാലിൻ ഓർ നോർ എപ്പിനെഫ്രൈൻ, ഇതിനെ വിളിക്കുന്ന പേര് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺസ് എന്നാണ്. അത് റിലീസ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ ടൈം ഓഫ് സ്ട്രെസ്. അപ്പൊ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. പിന്നെ ഇനി നെക്സ്റ്റ് ആക്ഷൻസ് ഓഫ് ദ കാറ്റക്കോളമൈൻസ്. അപ്പോൾ ഇതിന്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസസ് ദ റേറ്റ് ആൻഡ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട്. ഇത് ജസ്റ്റ് ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടുന്നു, അതുപോലെ വാസോ കൺസ്ട്രിക്ഷൻ, ഇറ്റ് ഇൻക്രീസസ് ദ കോസസ് ദ വാസോ കൺസ്ട്രിക്ഷൻ, അഥവാ അത് വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്നു. ആൻഡ് ഇൻക്രീസ്ഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ആൻഡ് ഹെൻസ് ഇൻക്രീസ്ഡ് BP. അപ്പം നമ്മുടെ മൊത്തത്തിലെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ BP-യെ അത് കൂട്ടുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബ്രോങ്കിയോൾസിനെ ഒക്കെ ഡൈലേറ്റ് ചെയ്യുന്നു, ലീഡിങ് ടു ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്. അപ്പൊ ഈ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, നമ്മുടെ BP കൂടുന്നുണ്ട്, അതുപോലെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ BMR-ഉം കൂടുന്നു. കാരണം ഒരുപാട് ഓക്സിജൻ കൺസംഷൻ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്സിജൻ കൺസംഷൻ ആൻഡ് ഹീറ്റ് പ്രൊഡക്ഷൻ. പിന്നെ അതുപോലെ ഡൈലിറ്റേഷൻ ഓഫ് ദ പ്യൂപ്പിൾ, ഹൈപ്പർ ഗ്ലൈസീമിക് ഇഫക്റ്റ്. കാരണം മൊത്തത്തിൽ ഒരു നമ്മുടെ ബോഡിയിലെ എല്ലാ ഫാക്ടേഴ്സിനെ ആക്ടിവിറ്റീസിനെ ഒന്ന് ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഹൈപ്പർ ഗ്ലൈസീമിക് ഇഫക്റ്റും ഉണ്ടാവുന്നു. അതുപോലെ ഡിക്രീസസ് GIT സെക്രീഷൻസ് ആൻഡ് മോർട്ടിലിറ്റി. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആക്ഷൻസ് മനസ്സിലാക്കാനുള്ളത്. ഇത് ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻക്രീസ് റേറ്റ് ആൻഡ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, അതുപോലെ BP കൂട്ടുന്നു, വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അതുവഴി BP കൂടുന്നു, അതുപോലെ ബ്രോങ്കിയോൾസ് ഡൈലേറ്റഡ് ആവുന്നു, റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു, BMR കൂടുന്നു, പ്യൂപ്പിൾസ് ഡൈലേറ്റഡ് ആവുന്നു, ഹൈപ്പർ ഗ്ലൈസെമിക് എഫക്ട് ഉണ്ടാവുന്നു, GIT സെക്രീഷൻസ് ഒക്കെ അതിന്റെ മോർട്ടിലിറ്റി ഒക്കെ ഡിക്രീസ്ഡ് ആവുന്നു. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കാണ് ഫിയോക്രോമോസൈറ്റോമ. ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞാൽ അഡ്രിനൽ മെഡുലറി ആയിട്ട് വരുന്ന ഒരു ട്യൂമർ ആണ് ഫിയോക്രോമോസൈറ്റോമ. ഇതാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്യൂമേഴ്സ് എറൈസിങ് ഫ്രം ദ ക്രോമാഫിൻ ടിഷ്യൂവിൽ നിന്നാണ് ഈ ഫിയോക്രോമോസൈറ്റോമ ഉണ്ടാവുന്നത്. അപ്പൊ ക്രോമാഫിൻ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡിൽ കാണുന്ന ഒരു ടിഷ്യൂ ആണ്. അപ്പൊ ഇതിൽ നിന്നാണ് ഫിയോക്രോമോസൈറ്റോമ ഉണ്ടാവുന്നത്. അപ്പം എറൈസസ് ഫ്രം ദ ക്രോമാഫിൻ ടിഷ്യൂ, ഇത് ഓർക്കുക. ഇതിന്റെ ഫംഗ്ഷൻ, ഇത് ഫിയോക്രോമോസൈറ്റോമ ഒരു ട്യൂമർ ആയതുകൊണ്ട് അത് എന്തുണ്ടാക്കുന്നു, എക്സസീവ് ആയിട്ട് നമ്മുടെ അഡ്രിനാലിനെയും നോർ അഡ്രിനാലിനെയും സെക്രീറ്റ് ചെയ്യും. എക്സസ് ഓഫ് കാറ്റക്കോളമൈൻസിനെ പ്രൊഡ്യൂസ്. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷൻസ് ഒക്കെ ഒന്നും കൂടെ ആക്സിലറേറ്റഡ് ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത്, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഇനീഷ്യലി പാരോക്സിസ്മൽ ബട്ട് ലേറ്റർ പെർസിസ്റ്റന്റ്. അപ്പൊ ആദ്യം പാരോക്സിസ്മൽ ആയിട്ട് ഉണ്ടാവുന്നു, പിന്നീട് അത് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ BP കൂടി തന്നെ നിൽക്കുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഹെഡ് ഏക്ക്,
ഫ്ലഷിങ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന BP കൂടുമ്പോൾ നോർമലി ഫ്ലഷിങ് ഉണ്ടാവുന്നു, ഫേഷ്യൽ ഫ്ലഷിങ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ടാവുന്നു, പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവുന്നു, പിന്നെ എക്സസീവ് സ്വെറ്റിംഗ്. കാരണം BMRും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് ഒന്നും കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ടാക്കികാർഡിയ, ഫീവർ ആൻഡ് ഗ്ലൈക്കോസ്യൂറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നു. അപ്പൊ ഈ ഫങ്ഷൻസ് ഒക്കെ ഒന്നും കൂടെ ട്രിഗേർഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്യൂമേഴ്സ് എറേസിംഗ് ഫ്രം ദ ക്രോമാഫിൻ ടിഷ്യൂ, ഫിയോക്രോമോസൈറ്റോമ എറേസിംഗ് ഫ്രം ദ ക്രോമാഫിൻ ടിഷ്യൂ പ്രൊഡ്യൂസസ് എക്സസ് ഓഫ് ദ കാറ്റക്കോളമൈൻസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ, ഹെഡ് ഏക്ക്, ഫ്ലഷിംഗ്, എക്സസീവ് സ്വെറ്റിംഗ്, ടാക്കികാർഡിയ, ഫീവർ, ഗ്ലൈക്കോസ്യൂറിയ, ഈ ഫങ്ഷൻസ് ഒന്നും കൂടെ ട്രിഗേർഡ് ആയിട്ട് കാണുന്നു. അപ്പൊ ഇതാണ് ഇത് ഓർക്കേണ്ട, ക്രോമാഫിൻ ടിഷ്യൂ ഓർക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഫിയോക്രോമോസൈറ്റോമ പറയുമ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 10% ആണ് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും 10% വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അതിനെ റൂൾ ഓഫ് ടെൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു അഡ്രിനൽ മെഡുലയിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ റൂൾ ഓഫ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയോക്രോമോസൈറ്റോമയുടെ പ്രത്യേകതകളാണ് പറഞ്ഞേക്കുന്നത്. അത് 10% എക്സ്ട്രാ അഡ്രിനൽ ആണ്, അതുപോലെ 10% ബൈലാട്രൽ, അതുപോലെ 10% മാലിഗ്നന്റ്, 10% ഫാമിലിയൽ ആൻഡ് 10% ഇൻ ദ ചിൽഡ്രൻ. അപ്പൊ ഇത് ഓർക്കുക, റൂൾ ഓഫ് ടെൻസ്. അപ്പൊ 10% എക്സ്ട്രാ അഡ്രിനൽ, 10% ബൈലാട്രൽ, 10% മാലിഗ്നന്റ്, അതുപോലെ 10% ഫാമിലിയൽ ആൻഡ് 10% ചിൽഡ്രൻ. ഇതാണ് റൂൾ ഓഫ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ സസ്പെക്ടഡ് ഇൻ ദ സബ്ജക്ട്സ് ഡെവലപ്പിംഗ് പരോക്സിസ്മൽ ഹൈപ്പർ ടെൻഷൻ വിത്ത് സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹൈപ്പർ ടെൻഷൻ ഫസ്റ്റ് പരോക്സിസ്മൽ ആവുന്നു, പിന്നീട് അത് പെർസിസ്റ്റന്റ് ആവുന്നു. അപ്പോൾ നമ്മുടെ തുടക്കത്തിലുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പരോക്സിസ്മൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു, അതിനോടൊപ്പം തന്നെ സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റിയും ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള പേഷ്യൻസിലാണ് നമ്മളിത് സസ്പെക്ട് ചെയ്യേണ്ടത്, ഫിയോക്രോമോസൈറ്റോമ. അപ്പോൾ ഫിയോക്രോമോസൈറ്റോമ ഹാസ് ബീൻ സസ്പെക്ടഡ് ഇൻ ദ സബ്ജക്ട്സ് ഡെവലപ്പിംഗ് പരോക്സിസ്മൽ ഹൈപ്പർ ടെൻഷൻ വിത്ത് സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി. ഇനി വേറൊരു ഹെഡിങ്, ഒരു പോർഷനും കൂടെ പഠിക്കാനുണ്ട്, ഫിയോക്രോമോസൈറ്റോമ റിലേറ്റഡ് ആണ്. അതായത് ഫിയോക്രോമോസൈറ്റോമ മൾട്ടി സിസ്റ്റം ക്രൈസിസ് ഓർ PMC എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. ഇതെന്താണെന്ന് നോക്കാം. അപ്പൊ ഫിയോക്രോമോസൈറ്റോമ മൾട്ടി സിസ്റ്റം ക്രൈസിസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മൾ എപ്പോഴും എന്തായിരുന്നു, അഡ്രിനൽ ഗ്ലാൻഡിലെ അഡ്രിനൽ ക്രൈസിസ് പഠിച്ചായിരുന്നു, അതേപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിലെ തൈറോയ്ഡ് സ്റ്റോം അല്ലെങ്കിൽ തൈറോയ്ഡ് ക്രൈസിസ് പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ ഈ അഡ്രിനൽ മെഡുല്ലയിലും ഫിയോക്രോമോസൈറ്റോമ മൾട്ടി സിസ്റ്റം ക്രൈസിസിനെ പറ്റി പഠിക്കാനുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഡ്രഗ്സ്, ഫുഡ്, എക്സസൈസ് ഓർ ഇൻഫെക്ഷൻ. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ആണ് ഫിയോക്രോമോസൈറ്റോമ മൾട്ടി സിസ്റ്റം ക്രൈസിസ്, ഡ്യൂ ടു ഡ്രഗ്സ്, ഫുഡ്, എക്സസൈസ് ആൻഡ് ഇൻഫെക്ഷൻ. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈപ്പോടെൻഷൻ, രണ്ടും കാണപ്പെടുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈപ്പോടെൻഷൻ. അതുപോലെ ടെമ്പറേച്ചർ എബവ് 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ ടെമ്പറേച്ചർ റേഞ്ച് ഓർക്കുക, എബവ് 40 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ എൻസെഫലോപ്പതി ആൻഡ് മൾട്ടി ഓർഗൻ ഫെയിലിയർ. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫിയോക്രോമോസൈറ്റോമ മൾട്ടി സിസ്റ്റം ക്രൈസിസ് ഉണ്ടാവുന്നത് ഡ്യൂ ടു ഡ്രഗ്സ്, ഫുഡ്, എക്സസൈസ് ആൻഡ് ഇൻഫെക്ഷൻ. അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേക്കും പ്രസൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈപ്പോടെൻഷൻ, ടെമ്പറേച്ചർ എബവ് 40 ഡിഗ്രി സെൽഷ്യസ്, എൻസെഫലോപ്പതി ആൻഡ് മൾട്ടി ഓർഗൻ ഫെയിലിയർ. അപ്പൊ ഇത്രയാണ് ഫിയോക്രോമോസൈറ്റോമ മൾട്ടി സിസ്റ്റം ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് തൊട്ട് ഒന്നും കൂടെ പറയാം. അതിന്റെ ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹോർമോൺസ് ആണ്, എപ്പിനെഫ്രൈൻ ആൻഡ് നോർ എപ്പിനെഫ്രൈൻ ഓർ അഡ്രിനാലിൻ ഓർ നോർ അഡ്രിനാലിൻ. അത് ഫോം ചെയ്യുന്ന അമിനോ ആസിഡ് ടൈറോസിനിൽ നിന്നാണ്. അപ്പൊ ഈ പോയിന്റ്സ് ആണ് ഓർക്കേണ്ടത്, ടൈറോസിനിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കളക്റ്റീവ്ലി കാറ്റക്കോളമൈൻസ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺസ് എന്ന് പറയുന്നതും നമ്മുടെ അഡ്രിനാലിനാണ്, നോർ അഡ്രിനാലിനാണ്, റിലീസ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ സ്ട്രെസ്. പിന്നെ അതിന്റെ ആക്ഷൻസ് ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, വാസോ കൺസ്ട്രക്ഷൻ, അതുപോലെ ഹാർട്ടിന്റെ കൺട്രാക്ഷൻ കൂട്ടുന്നു, ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാക്കുന്നു, പിന്നെ അതുപോലെ BMR കൂട്ടുന്നു, ഡൈലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ, ഹൈപ്പർഗ്ലൈസെമിക് ഇഫക്റ്റ്, അതുപോലെ GIT സെക്രീഷൻസ് ആൻഡ് മോട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞാൽ ട്യൂമേഴ്സ് ആണ്, അഡ്രിനൽ മെഡുലറി ട്യൂമേഴ്സ് ആണ്, എറേസിംഗ് ഫ്രം ക്രോമാഫിൻ ടിഷ്യൂ. എക്സസ് ഓഫ് കാറ്റക്കോളമൈൻസ് ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷനും അതിന്റെ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഓർക്കുക, ഹെഡ് ഏക്ക്, ഫ്ലഷിംഗ്, എക്സസീവ് സ്വെറ്റിംഗ്, ടാക്കികാർഡിയ, ഫീവർ ആൻഡ് ഗ്ലൈക്കോസ്യൂറിയ.
പിന്നെ റൂൾ ഓഫ് ടെൻസ് ഓർക്കുക, അത് 10% എക്സ്ട്രാ അഡ്രിനൽ, 10% ബൈലാറ്ററൽ, 10% മാലിഗ്നൻ, 10% ഫാമീലിയൽ ആൻഡ് 10% ചിൽഡ്രൻ. അപ്പൊ ഫാമീലിയൽ എന്ന് ഓർക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ചിൽഡ്രൻ ഓർക്കാം. അപ്പൊ അതേപോലെ തന്നെ ബൈലാറ്ററൽ, മാലിഗ്നന്റ്, പിന്നെ 10% എക്സ്ട്രാ അഡ്രിനൽ. ഡയഗ്നോസിസ് എങ്ങനെയാണ്? ഇറ്റ് ഹാസ് ബീൻ സസ്പെക്ടഡ് ഇൻ ദ സബ്ജക്ട്സ് ഡെവലപ്പിംഗ് paroxysmal hypertension with sympathetic overactivity. പിന്നെ ഫിയോക്രോമോസൈറ്റോമ മൾട്ടി സിസ്റ്റം ക്രൈസിസ്. അതുണ്ടാവുന്നതിന്റെ കാരണങ്ങൾ ഡ്രഗ്സ്, ഫുഡ്, എക്സസൈസ് ആൻഡ് ഇൻഫെക്ഷൻ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: പ്രസൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈപ്പോടെൻഷൻ, ടെമ്പറേച്ചർ അബോവ് 40°C, എൻസെഫലോപ്പതി ആൻഡ് മൾട്ടി ഓർഗൻ ഫെയിലിയർ. അപ്പൊ ഇത്രയാണ് അഡ്രിനൽ മെഡുലനെ പറ്റി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിലേക്ക് കയറാം. ഇപ്പൊ പാൻക്രിയാസ് എന്ന് പറഞ്ഞത് അതൊരു മിക്സ്ഡ് ഗ്ലാൻഡ് ആണ്. അപ്പൊ നമുക്കറിയാം പാൻക്രിയാസിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, ഒരു എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. അപ്പൊ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഇറ്റ് ഹാസ് ആൻ എക്സോക്രൈൻ പാർട്ട് ആൻഡ് ആൻ എൻഡോക്രൈൻ പാർട്ട്. അപ്പൊ എക്സോക്രൈൻ പാർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് സെക്രീറ്റ്സ് ദ ഡൈജസ്റ്റീവ് എൻസൈംസ്. അപ്പം ഡൈജസ്റ്റീവ് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എക്സോക്രൈൻ പാർട്ട്. എൻഡോക്രൈൻ പാർട്ട് എന്താന്ന് നമുക്കറിയാം, അത് ഹോർമോൺസിനെ ആയിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എൻഡോക്രൈൻ പാർട്ടിനെയാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതൊരു മിക്സ്ഡ് ഗ്ലാൻഡ് ആണ്, ഈ പോയിന്റ് ഓർക്കുക. അതുപോലെ എക്സോക്രൈൻ പാർട്ട് ആൻഡ് എൻഡോക്രൈൻ പാർട്ട് ഉണ്ട്. എക്സോക്രൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെക്രീറ്റ്സ് ദ ഡൈജസ്റ്റീവ് എൻസൈംസ് ആൻഡ് എൻഡോക്രൈൻ പാർട്ട് സെക്രീറ്റ്സ് ദ ഹോർമോൺസ്. അതേപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ എൻഡോക്രൈൻ പാർട്ടിനെ പറ്റിയാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ്. അപ്പൊ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ പാർട്ടിന്റെ ഫങ്ഷൻസ്. അപ്പൊ അതിൽ തന്നെ രണ്ട് ഹോർമോൺസ് പഠിക്കാനുണ്ട്, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ഹൈപ്പോഗ്ലൈസീമിക് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സെക്രീറ്റഡ് ബൈ ദ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പൊ അത് ഓർക്കുക, ഇൻസുലിൻ ഈസ് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ, അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പിന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ്, ദാറ്റ് ഈസ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ബ്ലഡ് ഷുഗർ ലെവലിനെ കൂട്ടുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ കുറയ്ക്കുന്നു, ഗ്ലൂക്കഗോൺ കൂട്ടുന്നു. അപ്പൊ ഗ്ലൂക്കഗോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ദേ ആർ സെക്രീറ്റഡ് ബൈ ദ ആൽഫ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പൊ ഇൻസുലിൻ ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ secreted by the beta cells of islets of Langerhans, and glucagon is the hyperglycemic hormone secreted by the alpha cells of islets of Langerhans. ഇനി ഇൻസുലിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരുപാട് ഹോർമോൺസ് നമ്മുടെ ബോഡിയിലുണ്ട്. അതായത് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലിൻ ആന്റഗോണിസ്റ്റ്. അപ്പൊ ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ബ്ലഡ് ഷുഗർ ലെവലിനെ കുറയ്ക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ അത് ചെയ്യാൻ ഒരേ ഒരാള് ഈ ഇൻസുലിൻ മാത്രമാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പൊ ഇൻസുലിൻ എതിരായിട്ടാണ് ഒത്തിരി ആൾക്കാരുള്ളത്. അപ്പൊ ഇൻസുലിൻ അത്രമാത്രം പവർഫുൾ ആയതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ ഷുഗറിനെ കുറയ്ക്കാനായിട്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ ഇൻസുലിൻ ആന്റഗോണിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ, അതുപോലെ ഗ്രോത്ത് ഹോർമോൺ, തൈറോയിഡ് ഹോർമോൺ ആൻഡ് അഡ്രിനാലിൻ. ഇതാണ് ബാക്കിയുള്ള ഇൻസുലിൻ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഹൈപ്പർ ഗ്ലൈസീമിക് ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണെന്ന് ഓർക്കുക, കോർട്ടിസോൾ, അതുപോലെ ഗ്രോത്ത് ഹോർമോൺ, തൈറോയിഡ് ഹോർമോൺ ആൻഡ് അഡ്രിനാലിൻ. ഇപ്പൊ ഗ്ലൂക്കഗോൺ മാത്രമല്ലാതെ ഇൻസുലിൻ ആന്റഗോണിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കോർട്ടിസോൾ, ഗ്രോത്ത് ഹോർമോൺ, തൈറോയിഡ് ഹോർമോൺ ആൻഡ് അഡ്രിനാലിൻ. അപ്പൊ ഇത്രയാണ്. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് തന്നെ രണ്ട് ആൾക്കാരുണ്ട്, കോർട്ടിസോളും ഉണ്ട്, അഡ്രിനാലിനും ഉണ്ട്. പിന്നെ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഓർക്കുക, തൈറോയിഡ് ഹോർമോൺ ഓർക്കുക, പിന്നെ നമ്മുടെ പാൻക്രിയാസിന്റെ സ്വന്തം ഗ്ലൂക്കഗോൺ അതും ഓർക്കുക. അപ്പൊ ഇൻസുലിന്റെ സെക്രീറ്റഡ് ബൈ, അപ്പൊ പാൻക്രിയാസിനെ പറ്റി പറയുമ്പോൾ അതൊരു മിക്സ്ഡ് ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ പാർട്ട് ആൻഡ് എൻഡോക്രൈൻ പാർട്ട് ഉണ്ട്. എക്സോക്രൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസിനെ ഉണ്ടാക്കുന്നു, എൻഡോക്രൈൻ പാർട്ട് ഹോർമോൺസിനെ ഉണ്ടാക്കുന്നു, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്, സെക്രീറ്റഡ് ബൈ ദ ബീറ്റാ ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ആൻഡ് ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്, സെക്രീറ്റഡ് ബൈ ദ ആൽഫ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഇൻസുലിൻ ആന്റഗോണിസ്റ്റുകളെ ഓർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഫസ്റ്റ് ഓർക്കുക, പിന്നെ അതിന്റെ താഴെ തൈറോയ്ഡ് ഹോർമോൺ, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ്സിലേക്ക് വരിക, അതിൻ്റെ അകത്ത് കോർട്ടിസോളും ഉണ്ട്, അഡ്രിനാലിനും ഉണ്ട്. അപ്പം ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ.
ഇനി ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനെ പറ്റിയാണ്. അത് ഈ ഒരു ഫ്ലോ ചാർട്ട്, ഈ ഒരു പിക്ചർ വെച്ചിട്ട് നോക്കാം. അതായത് നമ്മുടെ ഇൻസുലിന്റെയും ഗ്ലൂക്കഗോണിന്റെ ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, നോർമൽ ആയിട്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് 90 to 90 mg ആയിരിക്കും കാണിക്കുന്നത്. 70 to 120 ആണ് നമ്മൾ നോർമൽ റേഞ്ച് ആയിട്ട് പറയുന്നത്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടാനായിട്ട് നമ്മൾ കൂടുതൽ പഞ്ചസാര കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുകയോ അങ്ങനെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് ആദ്യം ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എലിവേറ്റഡ് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നു. അപ്പോൾ അത് ആർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നു? പാൻക്രിയാസിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. അപ്പൊ പാൻക്രിയാസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ഇൻസുലിൻ സെക്രീറ്റിംഗ് ആയിട്ടുള്ള ബീറ്റാ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പൊ പാൻക്രിയാസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ഇൻസുലിൻ സെക്രീറ്റിംഗ് ആയിട്ടുള്ള ബീറ്റാ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബ്ലഡിലേക്ക് ഇൻസുലിൻ റിലീസ്ഡ് ആവുന്നു. അപ്പൊ ആ ഇൻസുലിൻ പോയി ആക്ട് ചെയ്യുന്നത് നമ്മുടെ ടിഷ്യൂസിൽ ആക്ട് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ ലിവറിൽ. അപ്പൊ ഫസ്റ്റ് ലിവറിലെ ആക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിവറ് ഗ്ലൂക്കോസിനെ എടുത്തതിന് ശേഷം അത് ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർഡ് ഫോമില് നമ്മുടെ ലിവറിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ ലിവർ ആ ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്തതിന് ശേഷം അതിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ടിഷ്യൂ സെൽസിൽ ആക്ട് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അപ്ടേക്ക് ഓഫ് ദ ഗ്ലൂക്കോസ് ഫ്രം ദ ബ്ലഡ് ഈസ് എൻഹാൻസ്ഡ് ഇൻ മോസ്റ്റ് ബോഡി സെൽസ്. അപ്പൊ ബ്ലഡിൽ നിന്ന് മാക്സിമം ഗ്ലൂക്കോസിനെ നമ്മുടെ ടിഷ്യൂസ് അപ്ടേക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ടിഷ്യൂസും അപ്ടേക്ക് ചെയ്യുന്നു, ലിവറും അപ്ടേക്ക് ചെയ്തുകൊണ്ട് ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നോർമലി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവല് നോർമലിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ആ ഒരു ഹോമിയോസ്റ്റാസിസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ റിലീസ് ചെയ്യാനുള്ള സ്റ്റിമുലസ് കുറയുന്നു. ദാറ്റ് ഈസ് ബ്ലഡ് ഗ്ലൂക്കോസ് falls to homeostatic set point and the stimulus for insulin release diminishes. അതായത് ബ്ലഡ് ഷുഗർ ലെവൽ നോർമലിലേക്ക് പൊക്കോണ്ടിരിക്കും തോറും ഇൻസുലിന്റെ ലെവല് ഡിമിനിഷ് ചെയ്തുകൊണ്ട് അതും കുറയാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതാണ് ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നമ്മുടെ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനേക്കാളും ഏതെങ്കിലും ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് കുറഞ്ഞ് നോർമലിലേക്ക് വന്നു. ഇനി ബിലോ നോർമലിലേക്ക് ഇത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് എക്സാമ്പിൾ ആഫ്റ്റർ സ്കിപ്പിംഗ് എ മീൽ. ഇപ്പൊ ഇവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കുറയാനുള്ള ഏതെങ്കിലും സ്റ്റിമുലസ് ഉണ്ടാവുന്നു. അപ്പൊ എന്തുണ്ടാവുന്നു? ബ്ലഡിലെ ഷുഗർ ലെവല് കുറയുന്നു, ലോ ബ്ലഡ് ഷുഗർ ലെവലായിട്ട് മാറുന്നു. അപ്പൊ ഈ ഇൻഫോർമേഷൻ നമ്മുടെ പാൻക്രിയാസിലേക്ക് ചെല്ലുന്നു. പാൻക്രിയാസ് ആൽഫ സെൽസിനെയാണ്, അതായത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസിങ് ആൽഫ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കഗോൺ റിലീസ് ആവും. ആ ഗ്ലൂക്കഗോൺ പോയിട്ട് ലിവറിൽ ആക്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിലേക്ക് വരുന്നു. അപ്പൊ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റൈസ് ചെയ്യുന്നു ടു ഹോമിയോസ്റ്റാറ്റിക് സെറ്റ് പോയിന്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആയിട്ട് കൂടാൻ തുടങ്ങുമ്പോഴത്തേക്കും, അതായത് ഹോമിയോസ്റ്റാറ്റിക്, അതായത് ഒരു ബാലൻസ് ലെവലിലേക്ക് കൂടിയെന്ന് അറിയുമ്പോൾ ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റിമുലസ് കുറയുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും കൂടെ പറയാം. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കൂടുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഏതെങ്കിലും രീതിയിൽ കൂടുന്ന ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നു. അപ്പൊ ബ്ലഡ് ഷുഗർ ലെവൽ എലിവേറ്റഡ് ആവുന്നു. പാൻക്രിയാസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ബീറ്റാ സെൽസ് ഇൻസുലിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഇൻസുലിൻ നമ്മുടെ ടിഷ്യൂ സെൽസിലും അതുപോലെ ലിവറിലും പോയിട്ട് ആക്ട് ചെയ്യുന്നു. ലിവറിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ടിഷ്യൂ സെൽസും ബ്ലഡിൽ നിന്നുള്ള മാക്സിമം ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്യുന്നു ബോഡിയിലേക്ക്. അപ്പോൾ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ നോർമലിലേക്ക് വരുന്നു. അപ്പോഴത്തേക്കും ഇൻസുലിൻ റിലീസ് ചെയ്യാനുള്ള ഇൻസുലിന്റെ സ്റ്റിമുലസ് കുറഞ്ഞ് നോർമലിലേക്ക് വരുന്നു. ഇനി അത് നോർമലിലേക്ക് വന്നതിന് ശേഷം അത് വീണ്ടും ഡൗൺ ആവുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയാനുള്ള സ്റ്റിമുലസ് ഉണ്ടാവുകയാണെങ്കിൽ എന്തുണ്ടാവുന്നു? ലോ ബ്ലഡ് ഷുഗർ ലെവൽ ഉണ്ടാവുന്നു. അപ്പോൾ അത് പാൻക്രിയാസ് എന്ത് ചെയ്യുന്നു? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആക്ടിവേറ്റ് ചെയ്യുകയും ഗ്ലൂക്കഗോണിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഗ്ലൂക്കഗോൺ പോയിട്ട് ലിവറിൽ ആക്ട് ചെയ്യുകയും
ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് പാൻക്രിയാസിന്റെ ഇൻസുലിന്റെ ഗ്ലൂക്കഗോണിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്, മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഡിസോർഡർ ആണ് പഠിക്കാനുള്ളത്. ഈ ഡിസോർഡറിനെ പറ്റി പഠിക്കുന്നുണ്ട് ഇന്ന്. ഡയബറ്റീസ് മെലിറ്റസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ഈ ഒരു ഗ്ലൂക്കോസ് ബാലൻസ് എന്ത് ചെയ്യുന്നു, അത് തെറ്റിപ്പോകുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഇറ്റ് ഈസ് എ ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ characterized by hyperglycemia with or without glycosuria resulting from an absolute or relative deficiency of insulin, its action or both. അപ്പൊ ഇവിടെ ഇത് ഡയബറ്റീസ് മെലിറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഹൈപ്പർ ഗ്ലൈസീമിയാണ് ഉണ്ടാവുന്നത്. ബ്ലഡ് ഷുഗർ ലെവല് നല്ല രീതിയിൽ കൂടുന്നു. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലൈക്കോസ്യൂരിയ. ഗ്ലൈക്കോസ്യൂരിയ എന്ന് പറഞ്ഞാൽ യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് പോവുക. അത് വിത്ത് ആകാം, വിത്തൗട്ട് ആകാം, വിത്തൗട്ട് ഗ്ലൈക്കോസ്യൂരിയ. റിസൾട്ടിങ് ഫ്രം അബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, ഇറ്റ്സ് ആക്ഷൻ ഓർ ബോത്ത്. അപ്പൊ ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം? അബ്സല്യൂട്ട് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകാം, അതിന്റെ ആക്ഷൻ ഇംപെയർഡ് ആവുന്നത് കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അതുപോലെ ദിസ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ഇംപെയർമെന്റ് ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ or its release by beta cells of islets of Langerhans. അപ്പൊ islets of Langerhansന്റെ ബീറ്റാ സെൽസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക്, ബ്ലഡിലേക്ക് ഇൻസുലിനെ പ്രോപ്പർ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന്റെ ആക്ഷൻ എന്തുണ്ടാവുന്നു? ഇംപെയർഡ് ആയിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇതൊരു ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്, characterized by hyperglycemia with or without glycosuria resulting from absolute or relative deficiency of insulin, its action or both. അപ്പൊ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പോളിയൂറിയ, പോളിഡിപ്സിയ ആൻഡ് പോളിഫേസിയ, ഈ 3 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. പോളിയൂറിയ, പോളിഡിപ്സിയ ആൻഡ് പോളിഫേസിയ. പോളിയൂറിയ എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ പോയിക്കൊണ്ടിരിക്കുന്നു. പോളിഡിപ്സിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ കുടിക്കുന്നു, നമുക്ക് തേഴ്സ്റ്റ് കൂടുതലായിരിക്കും. പോളിഫേസിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫുഡും കഴിക്കുന്നു. അതാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത്രയാണ് പാൻക്രിയാസിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. അപ്പൊ പാൻക്രിയാസിന്റെ ഇൻട്രൊഡക്ഷൻ എക്സോക്രൈൻ പാർട്ട്, മിക്സ്ഡ് ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ പാർട്ട് ഉണ്ട്, എൻഡോക്രൈൻ പാർട്ട് ഉണ്ട്, ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കഗോൺ ഉണ്ട്. ഇൻസുലിൻ ബീറ്റാ സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഗ്ലൂക്കഗോൺ ആൽഫ സെൽസ് ആണ്. പിന്നെ ഇൻസുലിന്റെ ആന്റഗോണിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോർട്ടിസോൾ, ഗ്രോത്ത് ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ, അഡ്രിനാലിൻ. പിന്നെ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ പറഞ്ഞത് ഓർക്കുക. പിന്നെ ഡയബറ്റീസ് മെലിറ്റസിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പോളിയൂറിയ, പോളിഡിപ്സിയ ആൻഡ് പോളിഫേസിയ. ഇനി ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ടാണ് നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത്. ഡയബറ്റീസ് മെലിറ്റസ്. ഡയബറ്റീസ് മെലിറ്റസിനെ പറ്റി നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു. ഇതൊരു ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പർഗ്ലൈസീമിയ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലൈക്കോസ്യൂരിയ. അതുപോലെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കളറിൽ. അപ്പൊ റിസൾട്ടിങ് ഫ്രം റിലേറ്റീവ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, ഇറ്റ്സ് ആക്ഷൻ ഓർ ബോത്ത്. അപ്പൊ എന്തൊക്കെ കാരണങ്ങളുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേറ്റീവ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, ഇറ്റ്സ് ആക്ഷൻ ഓർ ബോത്ത്. പിന്നെ അത് ഉണ്ടാവാനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ഇംപെയർമെന്റ് ഓഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഓർ റിലീസ് ബൈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസിനെ ഓർക്കുക. അപ്പൊ ഇത്രയാണ് ഇൻട്രോഡക്ടറി പാർട്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് നോക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ബൈ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ, ADA. അപ്പൊ ADA ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്, ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് അതർ ടൈപ്സ്. അപ്പൊ ഇങ്ങനെയാണ് ADA ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 1, ടൈപ്പ് 2, അതുപോലെ GDM, ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് അതർ ടൈപ്സ്. അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നതെന്നാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുന്നത് ബീറ്റാ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ വഴിയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഓർക്കുക, ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്?
ബീറ്റാ സെൽ ഡിസ്ട്രക്ഷന്റെ കാരണം കൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ടാവുന്നത്. ബീറ്റാ സെൽസ് ആണല്ലോ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഡിസ്ട്രോയിഡ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ലീഡ്സ് ടു അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി. അപ്പൊ ഇത് എന്തിലേക്കാണ് പോകുന്നത്? ഇറ്റ് ലീഡ്സ് ടു അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസിൽ ബീറ്റാ സെൽസിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു, ലീഡിങ് ടു അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി. ഇനി അടുത്തത് ഈ ടൈപ്പ് 1-ൽ തന്നെ സബ് ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ സബ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബീറ്റാ സെല്ലുകൾ എന്ത് കാരണം കൊണ്ടാണ് ഡിസ്ട്രോയിഡ് ആവുന്നത്, അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ സബ് ടൈപ്സ് പറഞ്ഞേക്കുന്നത്. അതായത് ഇമ്മ്യൂൺ മീഡിയേറ്റഡും ഉണ്ട്, ഇഡിയോപ്പതിക്കും ഉണ്ട്. അപ്പൊ സബ് ടൈപ്സ് ഓഫ് ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആൻഡ് ഇഡിയോപ്പതിക്. അപ്പൊ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബീറ്റാ സെൽസിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. പിന്നെ ഇഡിയോപ്പതിക്, അതൊരു അൺനോൺ കോസിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓർക്കുക. ടൈപ്പ് 1, ടൈപ്പ് 2, അതുപോലെ GDM ആൻഡ് അതർ ടൈപ്സ്. അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ബീറ്റാ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ കാരണമാണ് ഉണ്ടാവുന്നത്, ലീഡിങ് ടു അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി. അപ്പൊ അതിന്റെ സബ് ടൈപ്സ് പറയുമ്പോഴത്തേക്കും ഇമ്മ്യൂൺ മീഡിയേറ്റഡും ഉണ്ട്, ഇഡിയോപ്പതിക്കും ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസ്. അതുണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ മറ്റേടത്തെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത് ടൈപ്പ് 1-ല്. ഇനി ടൈപ്പ് 2-ൽ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോഴത്തേക്കും, അതായത് എൻഡോക്രൈനോളജിയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു എല്ലാ ഡിസോർഡേഴ്സും പറയുന്നത് ഹൈപ്പോ സെക്രീഷൻ ഡിസോർഡർ, ഹൈപ്പർ സെക്രീഷൻ ഡിസോർഡർ ആൻഡ് ഹോർമോൺ റെസിസ്റ്റൻസ് ഡിസോർഡർ എന്നിങ്ങനെ 3 ഹെഡിങ്സിലാണ് നമ്മൾ എപ്പോഴും എൻഡോക്രൈനോളജിയുടെ PM പാർട്ട് പറയുന്നത്, ഡിസോർഡേഴ്സ് PM പാർട്ട് പത്തോളജി കണ്ടീഷൻസ് എല്ലാം പറയുന്നത്. അപ്പോ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ നോർമലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അത് ആക്ട് ചെയ്യേണ്ട സെല്ലുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ടൈപ്പ് 1 പറഞ്ഞു, ടൈപ്പ് 2 പറഞ്ഞു. ടൈപ്പ് 1 ആണ് ലീഡിങ് ടു അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി. സബ് ടൈപ്സ് പറഞ്ഞു ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആൻഡ് ഇഡിയോപ്പതിക്. പിന്നെ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്, മറ്റേടത്ത് ഇൻസുലിൻ ഡെഫിഷ്യൻസി, ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇനി അതർ ടൈപ്സിനെ പറ്റിയാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അതർ ടൈപ്സും ഉണ്ട്, ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസും ഉണ്ട്. അപ്പൊ അതർ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓർക്കേണ്ടത് വേറെ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ഈ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള മറ്റു കാരണങ്ങൾ. അതായത് ജനറ്റിക് ഡിഫക്റ്റ് ഇൻ ബീറ്റാ സെൽ ഫംഗ്ഷൻ. അപ്പൊ ബീറ്റാ സെൽസിന് ജനറ്റിക് ഡിഫക്ട്സ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്. മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. അപ്പൊ ജനറ്റിക് ഡിഫക്ട്സ് ഇൻ ബീറ്റാ സെൽ ഫംഗ്ഷൻ അതുണ്ടാവാനുള്ള അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്. പിന്നെ രണ്ടാമത്തെ കാരണം ഡിസീസസ് ഓഫ് എക്സോക്രൈൻ പാൻക്രിയാസ്, അതുപോലെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ റീസൺസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ മറ്റു റീസൺസിൽ ഈ താഴെ പറഞ്ഞത് ഓർക്കേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ട് ഈ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്, ഇതാണ് ഇവിടെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജനറ്റിക് ഡിഫക്റ്റ് ഇൻ ബീറ്റാ സെൽ ഫംഗ്ഷൻ. പിന്നെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ്. അപ്പൊ നമ്മള് ടൈപ്സ് ഏതൊക്കെയാണെന്നൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, GDM ആൻഡ് അതർ ടൈപ്സ്. ഇനി അടുത്തത് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസിന്റെ പത്തോജനസിസിനെ പറ്റിയാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ടൈപ്പ് 1 നമ്മുടെ ടോട്ടൽ ഡയബറ്റീസ് കേസസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ 10% എന്ന് പറയുന്നത് ടൈപ്പ് 1, ബാക്കിയുള്ള ബാക്കി പറയുന്നത് നമ്മൾ മെച്യൂരിറ്റി ഓൺസെറ്റ് ഗസ്റ്റേഷണൽ പറയുന്നുണ്ട്. ടൈപ്പ് 2 എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 80% ആണ് പറയുന്നത്. അപ്പം ടോട്ടൽ ഡയബറ്റീസ് കേസസിൽ 10% ടൈപ്പ് 1-ഉം പിന്നെ 80% ടൈപ്പ് 2 ആണ് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അതർ ടൈപ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് 10% ഓഫ് ദ കേസസ് എന്ന് പറയുന്നത് ടൈപ്പ് 1-ഉം 80% ഓഫ് ദ കേസസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസും ആണ്. പിന്നെ ബാക്കിയൊക്കെ അതേഴ്സിൽ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ടൈപ്പ് 1-ൽ പറയുന്നത് അതിനെ ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെൽറ്റസ് എന്നും വിളിക്കാം. അതായത് ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെൽറ്റസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവുന്നതാണ്. അതായത് നമുക്ക് ചൈൽഡ്ഹുഡ് തൊട്ടേ ഉണ്ടാവുന്നതാണ് ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത്.
അപ്പൊ ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് as ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. അതായത് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻസുലിന്റെ ഡിമാൻഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ടൈപ്പ് 1 ബീറ്റാ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി, നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആവുമ്പോൾ ഇൻസുലിന്റെ ഡിമാൻഡ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്നും വിളിക്കാം. അപ്പൊ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 10% ഓഫ് ദ കേസസ്. ടോട്ടൽ ഡയബറ്റീസിൽ 10% ആണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പ്രീവിയസ്ലി ടേംഡ് as ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസ്. ഇത് ഓർക്കുക, ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതേപോലെ തന്നെ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നതും ടൈപ്പ് 1 ആണ്. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബീറ്റാ സെൽസ് ഉണ്ടാവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. പിന്നെ ഐഡന്റിക്കൽ ട്വിൻസിന്റെ കേസുകൾ നമ്മൾ എപ്പോഴും എല്ലാ ഡിസീസസ് പറയുമ്പോൾ പറയും. അതായത് ഇതിന്റെ അകത്ത് 50% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ് ആണ് കാണുന്നത്. 50% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിന്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് കോസ് പറഞ്ഞായിരുന്നു. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോസ് ആണ്. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ ബീറ്റാ സെൽസിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്? അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രസൻസ് ഓഫ് ഐലറ്റ് സെൽ ആന്റിബോഡി, ഐലറ്റ് സെൽ ആന്റിബോഡീസ് കാണുന്നുണ്ട്. ആന്റിബോഡീസിന്റെ പ്രസൻസിൽ നോർമൽ ബീറ്റാ സെൽസിന് എന്തുണ്ടാവുന്നു? ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. അതുപോലെ സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബീറ്റാ സെൽസ്, സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഉണ്ടാവുന്നു. അതുപോലെ എപ്പോഴും ഓട്ടോ ഇമ്മ്യൂണിറ്റി പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് എപ്പോഴും മറ്റ് ഓട്ടോ ഡിസീസസുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അതർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. അപ്പൊ അത് ഓർക്കുക. അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസുമായിട്ട് ബന്ധമുള്ളതും ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിനാണ്. ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് മെലിറ്റസും ഇത് തന്നെയാണ്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസും ടൈപ്പ് 1 തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിക്കണം. ഇതെന്ന് പറഞ്ഞാൽ 10% ഓഫ് ദ കേസസ് ആണ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്, previously termed as juvenile onset diabetes mellitus, also called as insulin dependent diabetes mellitus. ഇവിടെ ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന പത്തോളജി. പത്തോജനസിസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബീറ്റാ സെൽസ് ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. പിന്നെ 50% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇവിടെ പറയുക. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐലറ്റ് ആന്റിബോഡി കാണുന്നുണ്ട്. സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടും കാണുന്നുണ്ട്. ഇത്രയാണ് ടൈപ്പ് 1 പത്തോജനസിസ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പത്തോജനസിസ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്. അതിന്റെ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞായിരുന്നു. അതായത് നോർമലി ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് ആക്ട് ചെയ്യേണ്ട സെല്ലുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ബട്ട് ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇറ്റ് ഇംപെയർസ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ആൻഡ് ലീഡിങ് ടു ഹൈപ്പർ ഗ്ലൈസീമിയ. നമ്മൾ നേരത്തെ പാൻക്രിയാസിന്റെ മോഡ് ഓഫ് ആക്ഷൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു. അതായത് ഇൻസുലിൻ 2 സ്ഥലത്താണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ടിഷ്യൂസിലും ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ലിവറിലും ആക്ട് ചെയ്യുന്നുണ്ട്. ലിവറിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ടിഷ്യൂ സെൽസ് എന്താണ് സംഭവിക്കുന്നത്? ടിഷ്യൂ സെൽസിൽ എന്താണ് സംഭവിക്കുന്നത്? ബ്ലഡിൽ കാണുന്ന ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്യുകയും അതിനെ അപ്ടേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സെൽസ് പ്രോപ്പർ ആയിട്ട് അപ്ടേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ഉണ്ടാവുന്നില്ല. അതിന് അർത്ഥം എന്താ സംഭവിക്കുന്നത്? ബ്ലഡിൽ തന്നെ ഗ്ലൂക്കോസ് അങ്ങനെ തന്നെ റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ലീഡ്സ് ടു ഹൈപ്പർ ഗ്ലൈസീമിയ. ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുമ്പോൾ അത് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സെൽസിന് ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഇംപെയർസ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ആൻഡ് ലീഡിങ് ടു ഹൈപ്പർ ഗ്ലൈസീമിയ. ഇതിന്റെ ജനറ്റിക് ഫാക്ടേഴ്സ് പറയുമ്പോൾ 80% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. 80% അപ്പൊ 80% കൺകോർഡൻസിന്റെ ഐഡന്റിക്കൽ ട്വിൻസ് ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10% ഓഫ് ദ കേസസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള 80% അത് ഞാൻ ഒന്നും കൂടെ റെഫർ ചെയ്തിട്ട് പറയാം. ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് ദ പെർസെന്റേജും ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിലാണ് വരുന്നത്. അപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സ് പറയുമ്പോഴത്തേക്കുമാണ് മറ്റേതില് ടൈപ്പ് 1 50% കൺകോർഡൻസും ഇതില് ടൈപ്പ് 2 80% കൺകോർഡൻസും ആണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ അകത്ത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സും കാണുന്നുണ്ട്. അതായത്
ടൈപ്പ് 1 ടൈപ്പ് 2 എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സും കാണുന്നുണ്ട്. അതായത് ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടും അതായത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടും ഉണ്ടാവുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസ് ആണ്. ടൈപ്പ് 1 പറ്റി പറഞ്ഞത് ജുവനൈൽ ഓൺസെറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സും കൂടെ വരുന്നുണ്ട്. അതായത് ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. അതുപോലെ ഇംപെയർഡ് ഇൻസുലിൻ സെക്രീഷനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊരു റീസൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. മെയിൻലി ഉള്ള റീസൺ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഇൻസുലിൻ ഇതിൻ്റെ അകത്ത് അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി, ഈ പോയിന്റ് ഓർക്കുക. ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബീറ്റാ സെൽസ്, ഇവിടെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒരു ഫാക്ടർ ആണ്. അതുപോലെ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെൽറ്റസ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ജുവനൈൽ ഓൺസെറ്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ ടൈപ്പ് 2 എന്ന് പറയുമ്പോഴത്തേക്കും ഡ്യൂ ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഗ്ലൂക്കോസിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവുന്നത്, ദാറ്റ് ഈസ് 80% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ അത് ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇംപെയർഡ് ഇൻസുലിൻ സെക്രീഷൻ. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് പറയാം. അതായത് ഇംപെയർഡ് ഇൻസുലിൻ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനോട്, അതായത് നോർമൽ ആയിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് സംഭവിക്കുന്നത്. ഇൻസുലിൻ എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യേണ്ടത്, നമ്മുടെ ലിവറിൽ ആക്ട് ചെയ്യണം, അതുപോലെ ടിഷ്യൂ സെൽസിലൊക്കെ ആക്ട് ചെയ്യണം. പക്ഷെ ആ ടിഷ്യൂ സെൽസും ലിവറും ഒക്കെ ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ടിഷ്യൂ സെൽസ് ഒന്നും പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അപ്പൊ റെസ്പോണ്ട് ചെയ്യാത്തപ്പോൾ നമ്മുടെ ബോഡിയിൽ കോമ്പൻസേറ്ററി ആയിട്ട് നമ്മുടെ ബീറ്റാ സെൽസ് കൂടുതൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ കോമ്പൻസേറ്ററി ഇൻക്രീസ് ഇൻ ദ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ ഉണ്ടാവുന്നു. അങ്ങനെ ഒരുപാട്, അതായത് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് അറിയുമ്പോൾ എന്ത് റെസ്പോണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ബീറ്റാ സെൽസിന് ഫെയിലിയർ ഉണ്ടാവുന്നു. എന്തിനു വേണ്ടി, പ്രോപ്പർ ആയിട്ട് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യാനായിട്ട് ഫെയിലിയർ ഉണ്ടാവുന്നു. ആ ഫെയിലിയർ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് ഇംപെയർഡ് ഇൻസുലിൻ സെക്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് ഓർക്കുക, ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ഇത് ഞാൻ ഗ്രൂപ്പിൽ എക്സ്ട്രാ അത് മെസ്സേജ് ആയിട്ട് ഇടാം. അപ്പൊ ഇംപെയർഡ് ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, ബീറ്റാ സെൽസ് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ബീറ്റാ സെൽസ് കൂടുതൽ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ ഒരു തവണ വിളിച്ചിട്ട് ആ ആള് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ വിളിക്കുന്നു. ആ ആള് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വിളിക്കുന്നു. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീറ്റാ സെൽസ് കൂടുതൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും ആ ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഈ ബീറ്റാ സെൽസ് എന്താണ്, ഡൗൺ ആവും, ഫെയിലിയർ ആവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇംപെയർഡ് ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവും. ഇതാണ് പത്തോജനസിസ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസ് എന്ന് പറയുന്നത്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ്. ഇത് ഇങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, രണ്ടാമത് പറഞ്ഞത് പത്തോജനസിസിനെ പറ്റി, പത്തോജനസിസ് ഓഫ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 അങ്ങനെയാണ് പഠിക്കാനുള്ളത്. അപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജുവനൈൽ ഓൺസെറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ചെറിയ പ്രായത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. ബിലോ ദ ഏജ് ഓഫ് 35 ഇയേഴ്സിലാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ടാവുന്നത്. അബ്രപ്റ്റ് ഓൺസെറ്റ് ആയിരിക്കും. ഇപ്പൊ ഇത് ഓർക്കുക, അബ്രപ്റ്റ് ഓൺസെറ്റ് ആയിരിക്കും. ഇനി ഇതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിയൂറിയ, പോളിഡിപ്സിയ ആൻഡ് പോളിഫേജിയ, ഈ കണ്ടീഷൻസ് ആണ് കാണുന്നത്. പ്രസൻസ് വിത്ത് പോളിയൂറിയ, പോളിഡിപ്സിയ ആൻഡ് പോളിഫേജിയ. അതിനോടൊപ്പം തന്നെ പ്രോഗ്രസീവ് ലോസ് ഓഫ് വെയിറ്റും കാണുന്നുണ്ട്. ഇപ്പൊ പ്രോഗ്രസീവ് ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവുന്നു. അതുപോലെ പ്രോൺ ടു ഡെവലപ്പ് ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് ആൻഡ് ഹൈപ്പോഗ്ലൈസെമിക് എപ്പിസോഡ്സ്. ഈ ഒരു പോയിന്റ് ഓർക്കുക. കാരണം നമ്മൾ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷനിൽ DKA പഠിക്കുന്നുണ്ട്, അതായത് ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് പഠിക്കുന്നുണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ DKA അതുപോലെ ഹൈപ്പോഗ്ലൈസെമിക് എപ്പിസോഡ്സ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ് ഉള്ള ആൾക്കാരിലാണ്. അപ്പൊ ഇത് നമ്മൾ ഓർക്കുക, മാനിഫെസ്റ്റ് ബിലോ ദ ഏജ് ഓഫ് 35 ഇയേഴ്സ്, അബ്രപ്റ്റ് ഓൺസെറ്റ് ആണെന്ന് ഓർക്കുക. അതിനോടൊപ്പം തന്നെ അതിന്റെ പ്രസന്റേഷൻ പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജിയ, പ്രോഗ്രസീവ് ലോസ് ഓഫ് വെയിറ്റ്. അതുപോലെ ഈ പേഷ്യൻസ് DKA ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ ഹൈപ്പോഗ്ലൈസീമിക് എപ്പിസോഡ്സ്,
അത് നമുക്കറിയാം. അതായത് ഷുഗർ പേഷ്യൻസിന് എപ്പോഴും പെട്ടെന്ന് ഷുഗർ ലെവൽ ഡ്രോപ്പ് ആകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് ഹൈപ്പോഗ്ലൈസെമിക് എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർക്കുക, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇറ്റ് മാനിഫെസ്റ്റ് 40 ഇയേഴ്സ് ബിയോണ്ട് 40 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പൊ 40 വയസ്സിന് ശേഷം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസീഡിയസ് ഓൺസെറ്റ് ആണ്, പതുക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അബ്രപ്റ്റ് ഓൺസെറ്റ് ആയിരിക്കും. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻസീഡിയസ് ആയിട്ടുള്ള ഓൺസെറ്റ് ആയിരിക്കും. ഫ്രീക്വന്റ്ലി ഒബീസ് ഓർ വിത്ത് അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. അപ്പൊ ഇവർക്ക് എന്തായിരിക്കും? അവർക്ക് ഒബേസിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസും കാണാം. ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ പറഞ്ഞായിരുന്നു ജീവിതശൈലി കാരണം ഉണ്ടാകുന്നതും ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ ഓൺസെറ്റ് ഇൻസീഡിയസ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്തോറും നമുക്ക് ഒബീസിറ്റി, അതുപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്രാജുവലി നമ്മൾ പോകുന്ന ഒരു കണ്ടീഷനാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പോൺ ഗ്ലൈക്കോസ്യൂറിയ ആൻഡ് ഹൈപ്പർ ഗ്ലൈസീമിയ. അപ്പൊ ഗ്ലൈക്കോസ്യൂറിയ, യൂറിനിൽ കൂടെ ഷുഗർ കാണുന്നുണ്ട്, അതുപോലെ ഹൈപ്പർ ഗ്ലൈസീമിയ, ഈ കാര്യങ്ങൾ നമ്മൾ ഇത് ഡയഗ്നോസിസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിനെ കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് മാനിഫെസ്റ്റ് ബിയോണ്ട് 40 ഇയേഴ്സ് ഓഫ് ഏജ്, ഓൺസെറ്റ് ഈസ് ഇൻസീഡിയസ്, അത് ഈ പോയിന്റ് ഓർക്കുക. പിന്നെ ഫ്രീക്വൻലി ഒബീസ് ആകാം, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് കാണാം, അതുപോലെ ഗ്ലൈക്കോസ്യൂറിയ, ഹൈപ്പർ ഗ്ലൈസീമിയ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കൺഫേം ചെയ്യണം. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ബിലോ ദ ഏജ് ഓഫ് 35 ആയിരിക്കും, അബ്രപ്റ്റ് ഓൺസെറ്റ് ആയിരിക്കും, പ്രസൻസ് വിത്ത് പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജിയ, പ്രോഗ്രസീവ് ലോസ് ഓഫ് വെയിറ്റ് കാണുന്നുണ്ട്. അതുപോലെ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസും അതുപോലെ ഹൈപ്പർ ഗ്ലൈസീമിക് എപ്പിസോഡ്സും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഹൈപ്പോഗ്ലൈസീമിക് എപ്പിസോഡ്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് നമ്മൾ അതർ ടൈപ്സിൽ പഠിച്ച ഒരു സംഭവമായിരുന്നു മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്, MODY എന്ന് പറയുന്നത്. മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്. ഇതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ടൈപ്പ് 2 ഒരു സബ് ടൈപ്പ് ആണ്. ഈ അതർ ടൈപ്പിൽ വരുന്ന MODY എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിന്റെ ഒരു സബ് ടൈപ്പ് ആണ് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും? ഉണ്ടാകുന്നത് യങ് പോപ്പുലേഷനിലാണ് കൂടുതലായിട്ടും ഇത് ഉണ്ടാവുന്നത്. അതുപോലെ ഇതിന്റെ പ്രത്യേകത ഇതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ്. ഇതിന്റെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫക്റ്റ് ഈസ് ഇൻ ദ ഗ്ലൂക്കോകൈനേസ് ജീൻ. അപ്പൊ ഈ ജീനിന്റെ പേര് ഓർക്കുക, ദ ഡിഫക്റ്റ് ഈസ് ഇൻ ദ ഗ്ലൂക്കോകൈനേസ് ജീൻ വിച്ച് ഈസ് എ കീ ലിങ്ക് ഇൻ സിഗ്നലിംഗ് സിസ്റ്റം ബൈ വിച്ച് ബീറ്റാ സെൽസ് മോണിറ്റർ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പൊ ഈ ഒരു ജീൻ എന്ന് പറഞ്ഞ ഒരു സിഗ്നലിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ജീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജീനിന്റെ ഹെൽപ്പോടുകൂടിയാണ് ബീറ്റാ സെൽസിന് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. പ്രോപ്പർ ആയിട്ട് അതിനെ ഒന്ന് അതിന്റെ ലെവൽ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് മോണിറ്റർ ചെയ്യാൻ ബീറ്റാ സെൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിഗ്നലിംഗ് സിസ്റ്റം ആണ് ഗ്ലൂക്കോകൈനേസ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോകൈനേസ് ജീനിന് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ്. അപ്പൊ അതിന്റെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോകൈനേസ് ജീനിലാണ്. ഗ്ലൂക്കോകൈനേസ് ജീനിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സിഗ്നലിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ബൈ വിച്ച് ദ ബീറ്റാ സെൽസ് മോണിറ്റർ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പൊ ഇതാണ് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സബ് ടൈപ്പ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ യങ് പോപ്പുലേഷൻ. പിന്നെ ഇതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ്. പിന്നെ ഇതിന്റെ ഡിഫക്റ്റ് കാണപ്പെടുന്നത് ഗ്ലൂക്കോകൈനേസ് ജീനിലാണ്. ആ ജീൻ എന്ന് പറഞ്ഞാൽ that is a part of signaling system by which beta cells can monitor the blood glucose level. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഓർ GDM. അപ്പൊ GDM ഉണ്ടാവുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാവുന്ന ഡയബറ്റീസ് ആണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പുവർ കൺട്രോൾ ഓഫ് ഡയബറ്റീസ് ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ഡയബറ്റീസ് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പുവർ കൺട്രോൾ ഓഫ് ഡയബറ്റീസ് ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി, ഐദർ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഓർ പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റീസ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒന്നെങ്കിൽ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രഗ്നൻസി പീരീഡിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഷുഗർ ലെവൽ കൺട്രോൾഡ് ആവുന്നില്ല. അതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഡെലിവറി ഓഫ് ലാർജ് ഇൻഫൻസ്. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്.
അപ്പം GDM ഉള്ള അമ്മമാർക്ക് ഉണ്ടാവുന്ന കുട്ടികളുടെ പ്രത്യേകത ലാർജ് ഇൻഫൻസ് ആയിരിക്കും, ഡെലിവറി ഓഫ് ലാർജ് ഇൻഫൻസ്. അതുപോലെ ആ ഇൻഫന്റിന് ചിലപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അബ്നോർമാലിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോമലീസ് ഓഫ് ദ ആൻഡ് ഗ്രേറ്റ് വെസൽസ്, അനോമലീസ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ഗ്രേറ്റ് വെസൽസ്. അതുപോലെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏനൻസെഫലി, അതുപോലെ സ്പൈന ബൈഫിഡ തുടങ്ങിയ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകളും ഈ കുട്ടിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻഫൻസിന് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? അനോമലീസ്, ഹാർട്ടിന്റെ അനോമലീസ് ഉണ്ടാവുന്നു, അതുപോലെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാവുന്നു, സച്ചസ് ഏനൻസെഫലി, സ്പൈന ബൈഫിഡ. അപ്പോൾ GDMന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പുവർ കൺട്രോൾ ഓഫ് ഡയബറ്റീസ് ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി, അത് ഗസ്റ്റേഷണൽ പീരീഡിലും ആകാം, അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റീസ് ആയിട്ടും വരാം. അതുപോലെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് എന്താണ്? ഡെലിവറി ഓഫ് ലാർജ് ഇൻഫൻസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. അതുപോലെ ഇൻഫന്റിന് അനോമലീസ് ഉണ്ടാവുന്നു, അതായത് ഹാർട്ടിലും ഗ്രേറ്റ് വെസൽസിലും അനോമലീസ് ഉണ്ടാവുന്നു, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആയിട്ടുള്ള ഏനൻസെഫലി, സ്പൈന ബൈഫിഡ തുടങ്ങിയ കണ്ടീഷൻസ് കാണുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ക്ലാസിഫിക്കേഷൻ, ഡയബറ്റീസ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ ബൈ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ, ടൈപ്പ് 1, ടൈപ്പ് 2, GDM ആൻഡ് അതർ ടൈപ്സ്. പിന്നെ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ബീറ്റാ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ ആണ്, അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. അതിന്റെ സബ് ടൈപ്സ് പറഞ്ഞു, ഇമ്മ്യൂൺ മീഡിയേറ്റഡും ഇഡിയോപ്പതിക്കും. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് ഉണ്ടാവുന്നത്. അതർ ടൈപ്സിൽ നമ്മൾ പറഞ്ഞത് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ് ആണ്. അത് അതിന്റെ കാരണം ജനറ്റിക് ഡിഫക്ട്സ് ഇൻ ബീറ്റാ സെൽ ഫംഗ്ഷൻ ആണ്, അത് ഓർക്കുക. ഇത് ടൈപ്പ് 2ന്റെ ഒരു സബ് ടൈപ്പ് ആയിട്ടും നമുക്ക് MODY പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. പിന്നെ അതിന്റെ പത്തോജനസിസ് പറഞ്ഞു, 10% ഓഫ് ദ കേസസ് ടൈപ്പ് 1 ആണ്. അതിനെ ജുവനൈൽ ഓൺസെറ്റ് എന്ന് പറയുന്നു, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നു, അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു, 50% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. പിന്നെ അതുപോലെ പത്തോജനസിസ് ഓഫ് ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് ഉണ്ടാവുന്നത്. പ്രോപ്പറായിട്ട് ഇൻസുലിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ജനറ്റിക് ഫാക്ടേഴ്സ് പറയുമ്പോൾ 80% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്, ജീവിതശൈലി കാരണം ഉണ്ടാവുന്നത്, ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, അത് ഓർക്കുക. അപ്പൊ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. പിന്നെ ഇംപേർഡ് ഇൻസുലിൻ സെക്രീഷൻ, അത് പറഞ്ഞായിരുന്നു, നമ്മൾ ഓവറായിട്ട് ബീറ്റാ സെൽസ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ച് ലാസ്റ്റ് ബീറ്റാ സെൽസ് ഫെയിലിയർ ആവുന്ന കണ്ടീഷൻ ആണ് ഇംപേർഡ് ഇൻസുലിൻ സെക്രീഷൻ. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു, ബിലോ ദ ഏജ് ഓഫ് 35 ഇയേഴ്സ് ആണ് ടൈപ്പ് 1, അബ്രപ്റ്റ് ഓൺസെറ്റ് ആണ്, പോളിയൂറിയ, പോളിഫേജിയ, പ്രോഗ്രസീവ് ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവുന്നു, പ്രോൺ ടു ഡെവലപ്പ് DKA ആൻഡ് ഹൈപ്പോഗ്ലൈസീമിക് എപ്പിസോഡ്സ്. ടൈപ്പ് 1 ആണ് DKAയും അതുപോലെ ഹൈപ്പോഗ്ലൈസീമിക് എപ്പിസോഡ്സും ഉണ്ടാവുന്നത്. പിന്നെ ഈ ഒരു പോയിന്റ് ഓർക്കുക, കാരണം ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് 40 ഇയേഴ്സ് ഓഫ് ഏജിലാണ് ഉണ്ടാവുന്നത്. ഓൺസെറ്റ് ഇൻസീഡിയസ് ആയിരിക്കും. അതുപോലെ ഒബീസും ആകാം, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസും ഉണ്ടായിരിക്കാം. ഡയഗ്നോസിസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ഗ്ലൈക്കോസ്യൂറിയ ആൻഡ് ഹൈപ്പർഗ്ലൈസീമിയ. പിന്നെ മെച്യൂരിറ്റി ഓൺസെറ്റിന്റെ പ്രത്യേകത സബ് ടൈപ്പ് ഓഫ് ടൈപ്പ് 1 ആണെന്ന് പറഞ്ഞു. എന്ന് ഓർക്കുമ്പോൾ യങ് പോപ്പുലേഷനിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ്. അതിന്റെ ഡിഫക്റ്റ് കാണുന്നത് ഗ്ലൂക്കോകൈനേസ് ജീനിലാണ്. ആ ജീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സിഗ്നലിംഗ് സിസ്റ്റം ആണ്, ബൈ വിച്ച് ദ ബീറ്റാ സെൽസ് ക്യാൻ മോണിറ്റർ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അതുപോലെ GDMന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ട് ആൾക്കാരിൽ ഉണ്ടാവുന്ന ഡയബറ്റീസ് ആണ് GDM. അപ്പൊ ഇവിടെ ലാർജ് ഇൻഫൻസ് ഉണ്ടാവുന്നു. ആ ഇൻഫൻസിന് എന്തെങ്കിലും ഒരു അനോമലീസ് ഉണ്ടാകാം, അതായത് അനോമലീസ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ഗ്രേറ്റ് വെസൽസ്, അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് സച്ചസ് ഏനൻസെഫലി, സ്പൈന ബൈഫിഡ. പിന്നെ ഇനി ഇത്രയാണ് മെയിൻ ആയിട്ട് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും പത്തോജനസിസും. ഇനി നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. കോംപ്ലിക്കേഷൻസിൽ തന്നെ നമുക്ക് അക്യൂട്ട് കോംപ്ലിക്കേഷൻസും ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസും പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് പറയാൻ പോകുന്നത് അക്യൂട്ട് കോംപ്ലിക്കേഷൻസിനെ പറ്റിയാണ്. അക്യൂട്ട് കോംപ്ലിക്കേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഓർ DKA. DKA ആരിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് പറഞ്ഞത്? ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിലാണ് DKA ഉണ്ടാവുന്നത്. രണ്ടാമത്തേത് ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് കോമ. ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് കോമ എന്ന് പറയാം. ഹൈപ്പർ ഓസ്മോളാറിന്റെ കൂടെ ഇവിടെ ഒരു സെന്റൻസ്, ഒരു വേർഡും കൂടെ വരുന്നുണ്ട്, ഹൈപ്പർ ഓസ്മോളാർ ഹൈപ്പർ ഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് കോമ. ഹൈപ്പർ ഓസ്മോളാർ ഹൈപ്പർ ഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് കോമ. പിന്നെ മൂന്നാമത്തെ അക്യൂട്ട് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ആണ് വരുന്നത്, ഹൈപ്പോഗ്ലൈസീമിയ. അപ്പൊ ഇവിടുത്തെ പോയിന്റുകൾ ഓർക്കുക, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്,
അതുപോലെ ഹൈപ്പർ ഓസ്മോളാർ, ഹൈപ്പർ ഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് കോമ, അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയ. ഈ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പൊ ഈ ആദ്യത്തെ 2 പോയിന്റുകൾ ഓർക്കുക. DKA-യും അതുപോലെ ഹൈപ്പോഗ്ലൈസീമിയയും കാണപ്പെടുന്നത് ആരിലാണ്? ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് പേഷ്യൻസിലാണ് ഇത് രണ്ടും കാണുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസിനെ പറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അതിറോസ്ക്ലിറോസിസ്, ഡയബറ്റിക് മൈക്രോ ആൻജിയോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി ആൻഡ് ഇൻഫെക്ഷൻ. അപ്പൊ ഈ കാര്യങ്ങളാണ് ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസിൽ ഓർക്കേണ്ടത്. അതിറോസ്ക്ലിറോസിസ് ഓർക്കുക. അതിറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ആണ് അതിറോസ്ക്ലിറോസിസ്. ഈ അതിറോസ്ക്ലിറോസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഡയബറ്റിക് മൈക്രോ ആൻജിയോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി ആൻഡ് ഇൻഫെക്ഷൻസ്. അപ്പൊ ഇത് ഓർക്കുക. അക്യൂട്ട് കോംപ്ലിക്കേഷൻസും ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസും. ഇതിന്റെ പേരുകൾ ഓർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അക്യൂട്ടിന്റെ അകത്ത് വരുന്നത് DKA എന്ന് പറഞ്ഞ ഒരു അക്യൂട്ട് കോംപ്ലിക്കേഷൻ ആണ്. അതുപോലെ ഹൈപ്പർ ഓസ്മോളാർ, ഹൈപ്പർ ഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് കോമ, ഹൈപ്പോഗ്ലൈസീമിയ. ഇവിടെ തന്നെ 2 പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ ഓർക്കാം. DKA-യും ഹൈപ്പോഗ്ലൈസീമിയയും കാണുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിലാണ്. ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസിന്റെ അകത്ത് അതിറോസ്ക്ലിറോസിസ്, പിന്നെ ഈ ഡയബറ്റിക് മൈക്രോ ആൻജിയോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി ആൻഡ് ഇൻഫെക്ഷൻസ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ഓരോ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, അതിലുണ്ടാകുന്ന ടൈപ്പ് 1 ഉള്ള പേഷ്യൻസിന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ഓർ DKA. അപ്പൊ ഫസ്റ്റ് തന്നെ ഓർക്കേണ്ട പോയിന്റ്, ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ദ കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. ഈ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിന്റെ മാത്രം ഒരു എക്സ്ക്ലൂസീവ് കോംപ്ലിക്കേഷൻ ആണ് DKA എന്ന് പറയുന്നത്. പിന്നെ it can develop in the patients with a severe insulin deficiency combined with glucagon excess. അപ്പൊ ഇവിടെ ഓർക്കുക, നമ്മൾ പറഞ്ഞു ടൈപ്പ് 1ന്റെ റീസൺ എന്താണ്? അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് ടൈപ്പ് 1ന്റെ റീസൺ. അത് തന്നെയാണ് ഇവിടുത്തെ കാരണം പറഞ്ഞേക്കുന്നത്, സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, വിത്ത് ഗ്ലൂക്കഗോൺ എക്സസ്. അപ്പൊ ഗ്ലൂക്കഗോൺ എക്സസും ആകുന്നു, ഇൻസുലിൻ ഡെഫിഷ്യന്റും ആകുന്നു. അപ്പൊ ടോട്ടലി നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ക്രമാതീതമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ദ കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. ഇറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ദ പേഷ്യൻസ് വിത്ത് സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി കമ്പൈൻഡ് വിത്ത് ഗ്ലൂക്കഗോൺ എക്സസ്. അത് ഓർക്കുക. ഗ്ലൂക്കഗോണും കൂടുതലാണ്, ഇൻസുലിൻ കുറവുമാണ്. അപ്പൊ സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്? സിവിയർ ലാക്ക് ഓഫ് ഇൻസുലിൻ കാരണം എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫാറ്റ് സെൽസ് ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. ലിപ്പോലൈസിസ് എന്ന പ്രോസസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓർക്കുക, ലിപ്പോലൈസിസ് ആണ് ഉണ്ടാവുന്നത് അഡിപ്പോസ് ടിഷ്യൂസിൽ ഉള്ള സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഫാറ്റിന് എന്തുണ്ടാവുന്നു? ലിപ്പോലൈസിസ് ഉണ്ടാവുന്നു. അതായത് ഫാറ്റിൽ നിന്ന് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുക, എനർജിയെ റിലീസ് ചെയ്യുക, അതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ, ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ലിപ്പോലൈസിസിന്റെ അഡിപ്പോസ് ടിഷ്യൂ അത് ഉണ്ടാവുന്നു ആൻഡ് ലീഡിങ് ടു റിലീസ് ഓഫ് ദ ഫ്രീ ഫാറ്റി ആസിഡ്സ് ഇൻ ദ പ്ലാസ്മ. അപ്പൊ ലിപ്പോലൈസിസ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രീ ഫാറ്റി ആസിഡ്സ് പ്ലാസ്മയിലേക്ക് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ നമ്മുടെ ലിവർ അപ്ടേക്ക് ചെയ്യും. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ ലിവർ അപ്ടേക്ക് ചെയ്തിട്ട് അതിനെ അസറ്റൈൽ കോഎൻസൈം എ എന്നറിയപ്പെടുന്ന ഒരു കോഎൻസൈമിന്റെ ഹെൽപ്പോട് കൂടി ബോഡിയിൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ, സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ലിപ്പോലൈസിസ് ഉണ്ടാവുന്നു ഇൻ ദ അഡിപ്പോസ് ടിഷ്യൂസിൽ ലിപ്പോലൈസിസ് ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് ഫാറ്റ് സെൽസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫ്രീ ഫാറ്റി ആസിഡ്സ് റിലീസ് ആവുന്നു ബ്ലഡിലേക്ക്. ആ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ ലിവർ അപ്ടേക്ക് ചെയ്യുന്നു. ഇനി ലിവറിൽ വെച്ചിട്ട് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു ടു കീറ്റോൺ ബോഡീസ്. ഫ്രീ ഫാറ്റി ആസിഡ്സ് ആർ ഓക്സിഡൈസ്ഡ് ടു കീറ്റോൺ ബോഡീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസറ്റൈൽ കോഎൻസൈം എ. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഇതിൽ തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്ക്ലൂസീവ്ലി ദ കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അപ്പൊ ടൈപ്പ് 1 എന്താണ് സംഭവിക്കുന്നത്? ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി, അതിനോടൊപ്പം തന്നെ പ്ലസ് ഗ്ലൂക്കഗോൺ എക്സസും കൂടി ഉണ്ടാവുന്നു. അപ്പൊ എക്സസീവ് ആയിട്ട് ഇൻസുലിൻ കുറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ അഡിപ്പോസ് ടിഷ്യൂസിൽ ലിപ്പോലൈസിസ് സംഭവിക്കുന്നു.
അതിന്റെ ഫലമായിട്ട് ഫ്രീ ഫാറ്റി ആസിഡ്സ് പ്ലാസ്മയിലേക്ക്